പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റഹീസ് അടത്തനാട്ടുകര. നമ്മൾ മുൻകൂർ ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 4 മണിക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വിശിഷ്ട അതിഥി, നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു അതിഥി വരുന്നുണ്ടെന്ന്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണാർക്കാട്ടുകാർക്കും അലനല്ലൂർക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന നമ്മളിൽ ഒരാൾ തന്നെയാണ്. നാസർ സാറാണ്. ഫയർഫോഴ്സിന്റെ മണ്ണാർക്കാട് ഡിപ്പോയിലെ ഓഫീസറും ആയിട്ടുള്ള നമ്മുടെ മുത്തുമാഷ് എന്ന് പറഞ്ഞാലുള്ള ഒരു പക്ഷേ അലനല്ലൂർക്കാർക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. മുത്തുമാഷാണ് നമ്മുടെ അതിഥി. എത്ര പറഞ്ഞാലും വിശേഷണങ്ങൾ കൊടുത്താലും ഈ മേഖലയിൽ, ഫയർഫോഴ്സ് മേഖലയിൽ വളരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മണ്ണാർക്കാടും അതുപോലെ കേരളത്തിലൊക്കെ ഒരുപാട് അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും നല്ല സേവനത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. നമ്മുടെ ആദ്യം തന്നെ ഈ ഒരു ലൈവിന് ഈ ഒരു സമയം തന്നതിൽ നന്ദി പേജിന്റെ പേരിൽ അറിയിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് കിടക്കാം. മാഷെ, നമ്മുടെ ഈ ഒരു പേജിൽ ലൈവ് വന്നതിൽ ആദ്യം തന്നെ നന്ദി പറയണം. ഈ മാഷ് മുത്തുമാഷ് എന്ന് പറഞ്ഞാലാണ് അലനല്ലൂർക്കാർ കൃത്യമായി നാസർ സാറെ അറിയുന്നത്. ഈ മുത്തുമാഷ് എന്നുള്ള പേര്, ഞാൻ അടുത്ത ചോദ്യം തന്നെ രസകരമായ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ മുത്തുമാഷ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്? അതായത് എൻ്റെ പാപ്പാക്കും ഉമ്മാക്കും 4 ആൺമക്കളുണ്ട്. ആൺമക്കളിൽ ഈ 4 മക്കളിൽ ഏറ്റവും ഇളയ ചെറിയ മകനാണ്. അവ സ്നേഹം, വാത്സല്യം വളരെ കൂടുതൽ മക്കളോട് എല്ലാ പിതാക്കൾക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ സ്നേഹവാത്സല്യമുള്ള ഒരു പിതാവ് എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേർക്കും യഥാർത്ഥ പേരിന് കൂടാതെ ടെക്നീക്ക് കൂടി അങ്ങനെയുള്ള പേരുണ്ട്. അതിൽ മൂത്ത ജ്യേഷ്ഠനെ നാലു എന്നാണ് വിളിച്ചത്. രണ്ടാമത്തെ കുഞ്ഞാണി, മൂന്നാമത്തെ കുട്ടി, 4ാമത്തെ എനിക്ക് മുത്ത് എന്നാണ് പേര്. അപ്പൊ നാട്ടിൽ അറിയുന്നത് മുത്ത് എന്നുള്ളതാണ്. അങ്ങനെ ഈ മുത്ത് എന്നുള്ള പേര് പിന്നെ മുത്തുമാഷിലേക്ക് വന്നത് ഞാൻ സർവീസിൽ കയറുന്നതിന് മുമ്പ്, PSC കിട്ടുന്നതിന് മുമ്പ്, ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ, MES-ൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അലനല്ലൂരിൽ ഒരു ട്യൂഷൻ സെന്റർ ആരംഭിക്കണം. ഞാൻ എന്റെ സുഹൃത്തുക്കളും അധ്യാപകരും കൂടി പഠന സമയത്ത് തന്നെയാണല്ലോ 1ാം ക്ലാസ് മുതൽ 10 വരെ പിന്നെ അലനല്ലൂർ സ്കൂളിൽ തന്നെ, കൃഷ്ണ സ്കൂളിൽ 4ാം ക്ലാസ് വരെയും, 5 മുതൽ 10ാം ക്ലാസ് വരെ അലനല്ലൂർ ഹൈസ്കൂളിലും പ്രീ ഡിഗ്രി, പ്രീ ഡിഗ്രി MES കല്ലടി കോളേജിലും, പിന്നെ ഡിഗ്രി 3 വർഷം പിന്നെ നമ്മുടെ MES കല്ലടി കോളേജിൽ തന്നെ, പിന്നെ B.Ed കഴിഞ്ഞത് മറ്റുള്ള. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ട്യൂഷൻ സെന്റർ, സർവീസിൽ കയറുന്നതിന് മുമ്പ് ട്യൂഷൻ സെന്റർ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് തുടങ്ങി. ആ സമയത്ത് അധ്യാപകന് ഉപ്പായം അണിഞ്ഞതിന് പറഞ്ഞായിട്ട് അധ്യാപകനായി മുത്ത് എന്നുള്ള പേര് മാറ്റം വന്നില്ല. കൂടുതൽ കൂട്ടത്തിൽ മാഷ എന്നുള്ള ഒരു പദം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ മുത്തുമാഷായിട്ട് ഇന്ന് നമ്മളെ അലനല്ലൂർക്കാരൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് മുത്തുമാഷ്. കാരണം മുത്ത് മാഷ് എന്നുള്ള വിളിയുണ്ടല്ലോ, അതെന്ത് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് അധ്യാപകൻ എന്നുള്ളത്, ഒരു ഗുരുനാഥൻ എന്നുള്ളത് വളരെ ഒരു സ്നേഹം നിറഞ്ഞ വാക്ക് തന്നെയാണ്. അടുത്തൊരു ചോദ്യം ഉള്ളത്, ഈ ഫയർഫോഴ്സ് രംഗത്തേക്ക് വരുന്നതിന് മുന്നേ അധ്യാപകനായിരുന്നു. ഈ ഫയർഫോഴ്സ് രംഗത്ത്, അതായത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ഒരു സന്നദ്ധ മേഖലയിലേക്ക് ഈ ജോലി തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം? സത്യം പറഞ്ഞാൽ സർവീസിൽ കയറുന്നതിന് മുൻപും നമ്മള് സമൂഹത്തില് പാവപ്പെട്ട ആളുകളെ രക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പല പ്രവർത്തനങ്ങളും നമ്മളോട് പല സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ അലനല്ലൂരിലെ പിന്നെ അലനല്ലൂര് പരിസരത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളെന്നുള്ളവരൊക്കെ പല ആളുകളും പല ആവശ്യങ്ങളും നമ്മളോട് പറയാറുണ്ട്. ആ ആവശ്യങ്ങള് പലപ്പോഴും നമ്മൾ പറ്റുന്നതാണെങ്കിൽ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ സർവീസിൽ കയറുന്നതിന് മുൻപ് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ പല ആളുകളും പല രീതിയിൽ നമ്മളോട് സഹായം ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചോദ്യം വന്നതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഏറെക്കുറെ ഒരു 10-ൽ ചുരുങ്ങാത്ത വിദ്യാർത്ഥികൾ, അതായത് വളരെ നിരാലംബരായിട്ടുള്ള, സാമ്പത്തികമായിട്ട് മോശമായിട്ടുള്ള, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എന്റെ കെയർ ഓഫിൽ സൗജന്യമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് നല്ല രീതിയിൽ പ്രതിബദ്ധത പുലർത്തുന്ന, സമൂഹത്തിന് നല്ല രീതിയിൽ നമ്മൾ സഹായിക്കുന്ന ഒരു ജോലി കൂടി എന്റെ മനസ്സിലിറങ്ങി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് അതിയായ സന്തോഷമുണ്ടായി. മറ്റൊന്ന് 2 ജോലി കിട്ടിയിട്ടും ഞാൻ മാറിപ്പോകാതെ എനിക്ക് പോലീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് കിട്ടിയതിനു ശേഷം അത് 1997 ഞാൻ സർവീസിൽ ട്രെയിനിങ്ങിൽ പിന്നെ പ്രവേശിക്കുന്നത്. 98 റെഗുലർ സർവീസിൽ വന്ന് പാലക്കാട് ജോയിൻ ചെയ്യുന്നു.
അതിനുശേഷം എനിക്ക് കിട്ടിയത് 2003 പോലീസിൽ എനിക്ക് ജോലി ജോലി. കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോലീസിൽ ഇതിന് സമാനമായതുകൊണ്ട് പോലീസിലേക്ക് മാറിയില്ല. അങ്ങനെ 2011 KSFE പിന്നെ അസിസ്റ്റന്റ് ആയിട്ട് കേരള സ്റ്റേറ്റ് ഫിനാൻസ് സർവീസസിൽ കിട്ടി. അപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഫയർ സർവീസിന്റെ, അതായത് ഫയർഫോഴ്സിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ജീവൻ രക്ഷിക്കുക, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു നിസ്സഹായന്റെ ജീവനും അവന്റെ സ്വത്തുവകകളും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്തായിട്ടുള്ള മറ്റൊരു ജോലി ഇല്ല എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ്, കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. കാരണം ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ പകുതി, കാരണം കുറച്ച് കത്തിയാലും ഇവിടെ എത്താൻ പറ്റുള്ളൂ, കത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയില്ല. അപ്പോ ഏകദേശം കുറെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റി, കുറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റി. അപ്പൊ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സംതൃപ്തി നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ ഏറ്റവും വലുതാണ്. ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന സംതൃപ്തിയാണ് ഈ ജോലിയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് ഈ ജോലി സന്തോഷത്തോടുകൂടി ഇപ്പോഴും യാതൊരു പ്രയാസമില്ലാതെ തുടരുവാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുള്ളതും എന്നെ വളരെയേറെ സഹായിക്കും. ഈ ജോലി തുടങ്ങിയത് മുതൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഏതൊക്കെ നാടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും വിശദീകരിക്കും. ഞാൻ ട്രെയിനിങ്ങിന് തുടങ്ങിയത് 6 മാസത്തെ ബേസിക് ട്രെയിനിങ് ആണ്. അത് കണ്ണൂർ സ്റ്റേഷൻ വെച്ചിട്ടാണ്, കണ്ണൂർ ഫയർ സ്റ്റേഷൻ വെച്ചിട്ടാണ്. അതിനുശേഷം ഒരു 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്, അത് സ്റ്റേഷൻ ട്രെയിനിങ് എന്ന് പറയും, അത് തലശ്ശേരി വെച്ചിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പാലക്കാട് വന്നിട്ട് ജോയിൻ ചെയ്തു. ഫസ്റ്റ് പോസ്റ്റ് പാലക്കാടാണ്. 2004 വരെ പിന്നെ പാലക്കാട് ഇങ്ങനെ ഫയർമാനായിട്ട് ജോലി ചെയ്തു. 2004 ഓഗസ്റ്റ് മാസത്തിലാണ് പെരിന്തൽമണ്ണയിൽ പുതിയ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു, കാരണം എനിക്ക് വീട് കുറച്ചുകൂടി അടുത്ത സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ, അന്ന് മണ്ണാർക്കാട് സ്റ്റേഷൻ ഇല്ല, അങ്ങനെ പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. പെരിന്തൽമണ്ണ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. 2009 മണ്ണാർക്കാട് ഓപ്പൺ ചെയ്തു. മണ്ണാർക്കാട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയേറെ അതിന് പറയാൻ നടന്നിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ഗവൺമെന്റ് അതുപോലെ തന്നെ സ്ഥലം MLA ഒക്കെ അതിനകത്ത് വളരെ അടുത്ത് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് പിന്നെ 2009 മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചപ്പോൾ മണ്ണാർക്കാട്ടേക്ക് മാറി. വീണ്ടും പിന്നെ പ്രൊമോഷനായിട്ട് പെരുന്തൽമണ്ണ പോയി, പെരുന്തൽമണ്ണ തിരിച്ചു വീണ്ടും മണ്ണാർക്കാട് 2016 മുതൽ വീണ്ടും നാടിനോടുള്ള ഒരു ഇഷ്ടം ഈ ഒരു സർവീസിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഞങ്ങളൊക്കെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരുപാട് രംഗങ്ങൾ കടന്നുപോയി. അതായത് വെള്ളത്തിൽ വീണ ആളുകൾ, ഗ്യാസ് പൊട്ടിത്തെറിച്ച്, അങ്ങനെ കുറെ വിഷയങ്ങളിലൊക്കെ ഈ ഒരു രംഗത്തേക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 വർക്കുകൾ എനിക്ക് മറക്കാം. ഒത്തിരി വർക്കുകൾ കേട്ടോ, നമ്മൾ സൂചിപ്പിച്ചത് പോലെ തന്നെ ഒത്തിരി വർക്കുകളുണ്ട്. കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, കെട്ടിടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മരത്തിന്റെ മുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഒരു 3-4 വർക്ക് എനിക്ക് പിന്നെ തീരെ മറക്കാൻ പറ്റാത്തത്. അതായത് എന്നും എന്റെ മനസ്സിലേക്ക് വരുന്ന 3 വർക്കുണ്ട്. അത് കുറെ വിശദമായിട്ട് പറയാൻ, പക്ഷെ അത്ര പറഞ്ഞു കഴിഞ്ഞാൽ അത് നീണ്ടുപോകും എന്നതുകൊണ്ട് കിട്ടുന്ന. അപ്പൊ അതിൽ ഏറ്റവും എനിക്ക് ആദ്യം എന്റെ സർവീസിൽ ഞാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തത് നമ്മുടെ വളയാർ മലബാർ സിമന്റ്സിലെ ഒരു വർക്കാണ്. പാലക്കാടിലൊക്കെ 99 കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മല്ല, 99 ആ സമയത്താണ്. അതിൽ ഒരു ഏകദേശം ഒരു 5 മണി, അന്ന് ഞങ്ങൾക്ക് ഡേ നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതായത് 5 മണിക്ക് ശേഷമുള്ള ഷിഫ്റ്റും രാവിലെ 8 മണി മുതൽ 5 മണി വരെ 2 ഡേ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് കാരണം 5 മണിക്ക് കയറുന്ന ഡ്യൂട്ടിയാണ്. അപ്പൊ പാലക്കാട് ഞാൻ ഡ്യൂട്ടി കയറിയ ശേഷം ഒരു 5:30 മണിയായപ്പോൾ മലബാർ സിമന്റ്സിൽ നിന്ന് ഒരു കോൾ വന്നു, ഫോൺ കോൾ വന്നു. ഈ മലബാർ സിമന്റ്സിലെ കോറി, അതായത് സിമന്റ് ആയിട്ട് രൂപാന്തരപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഒരു മരണക്കിണർ പോലുള്ള ഒരു സാധനമുണ്ട്, ആ ഒരു കിണർ പോലെ. ആ കിണറിലാണ് ഈ സിമന്റ് ആയിട്ട് പിന്നീട് വരുന്ന ഈ അസംസ്കൃത വസ്തുക്കൾ മുഴുവനും അതിനകത്താണ് ഡംപ് ചെയ്യുന്നത്. അതിൽ 2 ബെൽറ്റുകൾ, താഴത്തെ 2 അതായത് ബെൽറ്റുകളാണ്. ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപത്തില് 2 പിന്നെ വാതിലൂടെ അല്ലെങ്കിൽ 2 എൻട്രൻസിലൂടെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ എൻട്രൻസ് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ കട്ടാവും, വളരെ മൂർച്ച ഇടക്കിടക്ക്, അതായത് സെക്കൻഡിൽ ഇങ്ങനെ കട്ടായിക്കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡോറ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെയാണ് ഈ അസംസ്കൃത മെറ്റീരിയൽസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെയെങ്കിലും തടസ്സം വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇത് കുത്തും, കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും, ഇതിന് പിന്നെ ഫ്ലോക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി ബെൽറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സേഫ്റ്റി ബെൽറ്റ് കടന്നിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ സാധാരണ അപകടം സംഭവിക്കാത്തതുകൊണ്ട് പലരും സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കാത്തതിന് ഫലമായിട്ട് ഒരു വ്യക്തി, അവിടുത്തെ ഒരു പിന്നെ സ്റ്റാഫ് അതിലേക്ക് വീഴാണ്. വീണ് ഉടൻ തന്നെ വേറൊരാൾ ഇറങ്ങി. അപ്പൊ വീണ് ഉടൻ തന്നെ ഒരു താളത്തേക്ക് മെസ്സേജ് കൊടുത്തു, ഇത് കട്ട് എന്ത് ചെയ്തു, ഈ സാധനം ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ പീസ് പീസായി. അപ്പൊ എന്ത് ചെയ്തു, ഉടനെ തന്നെ താഴത്തേക്ക് പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു. പക്ഷെ ഇയാൾ കമ്പനി ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസിന്റെ ഉള്ളില് കറക്റ്റ് ആയിട്ട് ശ്വസിക്കാൻ പാകത്തിലുള്ള വായു മൂക്കും മാത്രം ബാക്കിയെല്ലാം മൂടിക്കിടക്കും. ഇറങ്ങാൻ അവിടെ ആർക്കില്ല, കാരണം ഏത് സമയത്തും ഇതിന് മുകളിൽ തങ്ങിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ
താഴത്തേക്ക് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോ ഞങ്ങളുടെ ഒരു സീനിയർ, എന്റെ അന്നത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ഫാർമർ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണ സാർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നസറ നമുക്ക് ഇറങ്ങാനേ ചോദിച്ചു. അപ്പൊ ഒരാളടുത്ത് സ്റ്റാഫ് ഇറങ്ങിയിട്ട് അയാളാണ് മാന്തിയിട്ട് ഇൻഗ്രീഡിയൻസ് മാന്തിയിട്ട് അയാൾക്ക് ശ്വസിക്കുന്ന രൂപത്തിൽ ഈ രൂപത്തിൽ വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അയാൾ ഇറങ്ങിയ സ്റ്റെപ്പിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പിൽ ചലനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്ത് ചെയ്യും, അതിനുള്ളിൽ നിൽക്കുന്ന ആളുകളുടെ തലയിലേക്ക് ഒരു മരണം സംഭവിക്കും. കാരണം ഇത് മുഴുവൻ മണ്ണായിട്ട് വരികയാണ്. മണ്ണും അതുപോലെ മണലും അതിന് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കംപ്ലീറ്റ് നമ്മളെ മുന്നിട്ട് മരണം സംഭവിക്കും. അപ്പൊ കൃഷ്ണ സാറിനോട് ഞാൻ തുടക്കക്കാരനാണ്. അപ്പൊ കൃഷ്ണ സാറിനോട് ചോദിച്ചു, ലിഖിഫാനായ കൃഷ്ണ സാർ ഒരു സീനിയറാണ്, അതുപോലെ തന്നെ പിന്നെ പ്രസിഡന്റ് മെഡൽ അടക്കം വാങ്ങിയിട്ടുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നസറെ പിന്നെ നമുക്ക് ഇറങ്ങാൻ ചോദിച്ചു. സർ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറും ഞാനും കൂടി വളരെ ശ്രദ്ധാപൂർവ്വം യാതൊരു ജർക്കിങ്ങും വരാതെ താഴത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ ഞങ്ങൾ മാന്തുന്ന പ്രക്രിയയിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ സമയം മണിക്കൂറുകളോളം ഞങ്ങൾ മാന്തി മണ്ണ് ഇൻഗ്രീഡിയൻസ് മാന്തിയിട്ടാണ് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കുക. കുറച്ച് മാന്തി ഏകദേശം അദ്ദേഹത്തിന്റെ ചെസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നേരത്തെ അതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യും, ഞാൻ മൂടിയിട്ട് ആ പഴയ രൂപത്തിലേക്ക് എടുത്തു. അവസാനം കൃഷ്ണ സാറും ഞാനും എന്നെ താഴത്തുനിന്ന് ഒരു തീരുമാനം എടുത്തു. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രമ്മ് കിട്ടിയിട്ട് ആ ഡ്രമ്മിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ഇറക്കി അതിന്റെ മുകളിൽ നമുക്ക് നിൽക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾ മുകളിൽ നിൽക്കുക. അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടത്തക്ക രീതിയിൽ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ എത്തിക്കുക. എന്നിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഞങ്ങൾ രണ്ടുപേരും ഈ സേഫ്റ്റി ബെൽറ്റിൽ തൂങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മേലേക്ക് രക്ഷപ്പെടുന്ന രീതിയിൽ പിന്നെ സംവിധാനം ഉണ്ടാക്കുക. താഴത്ത് എന്ത് ചെയ്യുക, 2 ലോക്ക് തുറക്കുക. 2 ലിങ്ക് ആദ്യം ഒരു ലോക്ക് തുറക്കുക, അതിനുശേഷം സേഫ് ആണെന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലോക്ക് തുറക്കുക. ഈ ഒരു പ്രപ്പോസൽ അല്ലാതെ, ഈ ഒരു സജഷൻ അല്ലാതെ ഞങ്ങൾക്ക് അയാളെ രക്ഷപ്പെടുത്താൻ മാർഗം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ അതിന്റെ ഒഫീഷ്യൽസിനോട് ബന്ധപ്പെട്ടു. അവിടെ ഒരു പിന്നെ എഞ്ചിനീയേഴ്സും അതിന്റെ ടെക്നീഷ്യൻസും ഒക്കെ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരോട് ഞങ്ങൾ ഒരു ആശയം വെച്ചപ്പോൾ അവർ ആദ്യം തീർച്ചയായിട്ടും അതിനെ അനുകൂലിച്ചില്ല. അത് നിങ്ങളുടെ 2 ജീവൻ, അതായത് അയാളുടെ ജീവൻ അപകടത്തിലാണ്, പ്ലസ് 2 ഉദ്യോഗസ്ഥരുടെ കൂടി ജീവൻ പിന്നെ ഇങ്ങനെ തുലാസിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് അവർ ആദ്യം വിമോചനം വെച്ചു. പക്ഷെ ഞങ്ങൾ ഇതല്ലാതെ മറ്റു മാർഗമില്ല. ഇങ്ങനെ കാര്യം എത്ര മാന്തി കഴിഞ്ഞാലും, നമ്മൾ ദിവസങ്ങളോളം മാന്തി കഴിഞ്ഞാലും ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞപ്പോൾ അവസാനം അവർ കൂടി ആലോചിച്ച ശേഷം അത് അംഗീകരിച്ചു. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം ഒരു ഡോറ്, ഒരു എൻട്രൻസ് ഓപ്പൺ ചെയ്തു. ആ ഭാഗത്തുള്ള ചരലുകളും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും മുഴുവൻ ആ ഭാഗത്തേക്ക് പോയി. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ വളരെ ശ്രദ്ധ വേണം. അവർ പക്ഷെ ഞങ്ങളുടെയും ഈ അപകടത്തിൽപ്പെട്ട ആളുടെയും ഭാഗ്യം കൊണ്ടാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗ്യം, വലിയ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം എവിടെയും ജെർക്കിംഗ് വൈസ് ആണ് ഞങ്ങളുടെ തലയിലേക്കോ അദ്ദേഹത്തേക്കോ വരാതെ ആ ഭാഗത്തുള്ളത് ആ ഡോർ വഴി പോയി. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കൈക്കോട്ടുകൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ മാറ്റി അതിനുള്ളിൽ പോയി ഒഴിവാക്കി. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സേഫ് ആണെന്ന് നിങ്ങൾ രണ്ടാമത്തെ ലോക്ക് കൂടി ഞങ്ങൾ തുറക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഭാഗത്തുള്ളത് അതിലൂടെയും കംപ്ലീറ്റ് പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസും ഈ 2 ഡോറിലൂടെയും പോയപ്പോ ഏറെക്കുറെ ഇയാളുടെ പകുതി, ഈ കാലിന്റെ തുട വരെ അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കൈക്കോട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും എവിടെയും തട്ടാതെ, നേരത്തെ തട്ടാതെ ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം എടുത്ത് മാറ്റി. അപ്പൊ അദ്ദേഹം കാലിങ്ങനെ മുടങ്ങിയിട്ടാണ്, നമ്മൾ മുട്ട് കുത്തിയിട്ട് 2 മുട്ട് കുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരിക്കലും നീക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ഭാഗത്തൂടെയൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് വന്ന് തടഞ്ഞ് ഗംഭീരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ആ ഇൻഗ്രീഡിയൻസിനെ മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ചേർന്നതിന്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങനെ അദ്ദേഹത്തെ കൊല്ലത്തൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സാഹചര്യം. അതാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മറക്കാൻ വാർത്ത. കാരണം നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുമ്പച്ചി മലയുണ്ട്, പിന്നെ മലമുണ്ട്. അവിടേക്ക് ഒരു 4 ആളുകൾ ട്രക്കിങ്ങിന് പോയി. അവര് ധോണി ഭാഗത്തുള്ള ആളുകൾ ട്രക്കിങ്ങിന് പോയ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഒരാള് ഒരു പാറയുടെ ഏറ്റവും ഉയർത്തി, അദ്ദേഹം LLB സ്റ്റുഡന്റ് തിരുവനന്തപുരത്ത്, അദ്ദേഹം ധോണിക്കാരനാണ്, വെക്കേഷനിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് പോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പാറക്കെട്ടിൽ നിന്ന് തൊട്ടടുത്ത് കൊക്കയിലേക്ക്, ഈ മലയിൽ തന്നെ കൊക്കയിലേക്ക് പാറക്കെട്ടിലേക്ക് പോയി ആള് കണ്ടത്. ഇത് കണ്ട ഒരാള് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ബോധക്ഷയം സംഭവിച്ച് അയാൾ പറഞ്ഞു. കാരണം ബാക്കി 2 ആൾ താഴത്തേക്ക് വന്ന് നമ്മളറിയില്ല, ഫയർഫോഴ്സിനെ അറിയില്ല. നമ്മളിവിടെ തന്നെ മണ്ണറക്കട്ട് നിന്ന് ഒരു യൂണിറ്റും, ഞാൻ ഫസ്റ്റ് യൂണിറ്റ് ഞാൻ പോയില്ല. അന്ന് എനിക്ക് ചെറിയൊരു നടുവേദന ഉണ്ട്. എന്നെ സെക്കൻഡ് യൂണിറ്റിലാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് പോയി. അന്ന് പാലക്കാട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ആളുകൾ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂരിൽ ഒരു യൂണിറ്റും പോയി. ഈ 2 യൂണിറ്റും അവിടെ എത്തി. പക്ഷെ എങ്കിൽ പോലും അതിന് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ മല ചെങ്കുത്തായിട്ടുള്ളതാണ്. ചെറിയൊരു മഴ ഉണ്ടായതുകൊണ്ട് ഒരു വഴുക്കൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ തന്നെ പോകുമ്പോഴാണ്. അപ്പൊ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഈ പോയ ആളുകൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല.
അപ്പൊ എന്നെ അന്നത്തെ അസിസ്റ്റന്റ് ഡിവിഷൻ ഓഫീസർ, അന്നത്തെ ഡിസ്ട്രിക്ട് ഓഫീസർ എന്ന് പറയുന്ന ആ സ്ഥാനം അന്ന് അസിസ്റ്റന്റ് ഡിവിഷൻ ഓഫീസർ ADO ആണ്. അന്നത്തെ ADO ആയിട്ടുള്ള മണക്കാട് സാറ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ജീപ്പില് നാസർ കൂടി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു സ്പോർട്സ് ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പൊ സാറിന് ഒരു വിശ്വാസമുണ്ട്, സ്വാഭാവികമായിട്ടും നാസർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് അങ്ങോട്ട് എത്താൻ കഴിയും, ആ കാരണം കഴിയുമെന്നുള്ള അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു നാസറിനെ പിന്നെ കയറ്റിട്ട് ഒന്ന് വരണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ അതുപോലെ തന്നെ ഒരു ഫയർമാൻ ഡ്രൈവറും കൂടിയിട്ട് ജീപ്പിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പോയ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അവിടെ ചെല്ലുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ. അപ്പോഴത്തേക്ക് ഇരുട്ടായി, ഏറെക്കുറെ 7-8 മണി. അപ്പൊ നമ്മുടെ സ്റ്റാഫ് കുറെ കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു. ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ്, കയറും തോറും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാനല്ലാത്ത സത്യത്തില് മറ്റ് നമ്മളുടെ സ്റ്റാഫുകളൊക്കെ അതായത് കഴിയില്ല എന്നുള്ള രീതിയിൽ അവർക്ക് പ്രയാസമായതുകൊണ്ട്, കാരണം ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും കയറുന്നതിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറില്ല, കാരണം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങോട്ട് മുകളിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, തിരിച്ച് ഈ വഴി ഇങ്ങോട്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവസാനം വരെ ലാസ്റ്റ് അതായത് പിന്നെ മുകളിൽ ഈ ആൾ കിടക്കുന്നത് വരെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ കഴിയുള്ളൂ എന്നതാണ്. അപ്പൊ പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിയാത്തതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് പിന്മാറി. പിന്നെ എന്റെ കൂടെ ഉള്ളത് 3 പേരാണ്. അതായത് അവർ ട്രക്കിംഗ് ചെയ്യുന്ന ധോണിയിലെ അവിടുത്തെ യുവാക്കളാണ്, അതായത് ഫോഴ്സിലാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് മുകളിൽ കയറുന്നത്. അപ്പൊ ഏർപ്പെടെ കയറുമ്പോൾ ഈ 3 യുവാക്കൾ എപ്പോഴും പറയുന്നുണ്ട്, സാറിന് കയറാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് അവരോട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് ഇതുവഴി ഇറങ്ങേണ്ടതുണ്ട്. അപ്പൊ പകുതിയിൽ പെട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ നമ്മൾ പെട്ടുപോകും, അതുകൊണ്ട് കയറാൻ പറ്റുമ്പോഴുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കയറുമെങ്കിൽ ഞാനും കയറാം. കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി, കാരണം പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഫുട്ബോൾ മേഖലയിലൊക്കെ സ്വാഭാവികം ഉണ്ടായതുകൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അപ്പോ വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നത് 2001-2002 ആ സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് വളരെ ഫിറ്റാണ്, അതായത് ഫുട്ബോളൊക്കെ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതെനിക്ക് അത്ര വലിയൊരു പ്രയാസമായിട്ട് തോന്നില്ല. അപ്പൊ ഞങ്ങൾ കയറി ഏറെക്കുറെ ഒരു 12-1 മണിക്കാണ്, രാത്രി 1 മണിക്കാണ് ഞങ്ങൾ മേലെത്തുന്നത്. മേലെത്തിയപ്പോ ഈ ബോഡി കണ്ടപ്പോൾ ഇവര് 3 പേരുടെ കൂടെ 3 പേര് പിടിച്ചു. അവരുടെ സംഭവം ഇവിടെ അടുത്തേക്ക് ചെല്ലാൻ പോയി. അങ്ങനെ കുറച്ച് ബോഡി അവിടെ ഇവിടെ ആയിട്ട് കൂടിയിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ പക്ഷെ ഞാൻ അതിന്റെ മുകളിൽ ചെന്നിട്ട് അവരോട് പിന്നെ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഒരു കാര്യം ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം അവർക്ക് ധൈര്യം കൊടുത്ത് അവരിൽ ഒരാളുടെ മുണ്ടടിച്ച് നമ്മളെ ഒരു സ്ട്രക്ചറായിട്ട് ഉണ്ടാക്കി അദ്ദേഹത്തെ അതിലേക്ക് കിടത്തി ഒരു 4 പേര് കൊണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി ആ ബോധം ഇല്ലാത്ത ആളെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഈ തോളിൽ കിടത്തി ഒരു കൈ കൊണ്ട് സ്ട്രക്ചറിൽ പിടിച്ചു. തോളിൽ അദ്ദേഹത്തെ എടുത്തിട്ടാണ് നമ്മള് കിലോമീറ്ററുകൾ, പിന്നെ ആ വഴിയിലാണ് വേറെ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് രാവിലെ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഇയാളെ കൊണ്ട് 2 പേരും കൊണ്ടെത്തുമ്പോൾ മരണപ്പെട്ടു. മറ്റയാള് ജീവനോടെ ഇയാളെ 2 പേരും രക്ഷപ്പെടുത്തിരുമ്പോൾ നമ്മള് രാവിലെ 6:45 മണിക്കാണ് അവിടെ എത്തുന്നത്. അപ്പോഴും നമ്മളുടെ പ്രവർത്തനം ഏതുവരെ എത്തി, ഇത് വിജയിക്കുമോ എന്ന് കാത്ത് 100 ആളുകൾ അപ്പോഴും ഉറക്കം ഉറച്ചുകൊണ്ട് താഴത്തെ മകളുടെ ചോദ്യം നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു വർക്ക് നമുക്ക് അങ്ങനെ പല വർക്കുകൾ. അപ്പൊ ഈ 2 വർക്കുകളാണ് പാലക്കാട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ത്യാഗം സഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പോകാത്ത 2 വർക്ക്. ബാക്കി കടന്നുള്ളത് ഏറ്റവും വലിയ പിന്നെ ഹൈറ്റുള്ള തെങ്ങിൽ നിന്നുള്ള രക്ഷപ്പെടുത്തിയത്, അങ്ങനെ ഒത്തിരി വർക്കുണ്ട്. പെരുന്നാൾ ചെയ്ത് നോക്കുന്നത് ഒക്കെ ഒന്നും പറയാൻ സ്ഥിരീകരിക്കാൻ സമയമല്ല, അതുകൊണ്ടാണ് ഈ 2 പ്രധാനപ്പെട്ട വർക്കുകൾ മാത്രം. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സംശയമുള്ളത് പൊതുജനങ്ങൾക്കായാലും, ഒന്ന് ഫയർഫോഴ്സിന് 101 നമ്പർ ഉണ്ട്. എങ്ങനെയാണ് ഒരു ഫയർഫോഴ്സിലേക്ക് പെട്ടെന്ന് എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്റെ നാട്ടില്, ഞാൻ എന്റെ ചുറ്റുപാടിൽ ഞാൻ ഇരിക്കുന്ന തൊട്ടടുത്ത് ഒരു അപകടം സംഭവിക്കുമ്പോൾ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട്? കാരണം ഇനി ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പെട്ടെന്നൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അപകടം സംഭവിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം ഫയർഫോഴ്സിനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണത്. നല്ലൊരു സംശയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത ഒരു സംശയം. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളത്, ഈ ഒരു പരിപാടിയിലൂടെ ഈ ഒരു കാര്യം പൊതുസമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സംശയത്തിന് അല്ലെങ്കിൽ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് അപകടങ്ങൾ കൂടാൻ കാരണം ഈ രക്ഷാപ്രവർത്തകരെ കൃത്യമായിട്ടുള്ള സമയത്ത് അറിയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തീപിടുത്തമാവട്ടെ, ജലാശയത്തിൽ ആളുകൾ ഏർപ്പെടുന്നതാവട്ടെ, ഗ്യാസ് അപകടങ്ങളാവട്ടെ, മറ്റേത് തരം അപകടം, വാഹനാപകടമാവട്ടെ, മരം വീണ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടാകുന്ന മറ്റ് സംഗതികളാവട്ടെ, ഏത് അപകടമാണെങ്കിലും കൃത്യമായിട്ട് നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചൊരു സംശയം, ഫയർഫോഴ്സിനെ സാധാരണക്കാരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സേവനം ലഭ്യമാകും ചിലൊരു സംശയം.
അങ്ങനെ ഒരു സംശയമുണ്ട്. രണ്ടാമത്തെ സംശയം, ഇനി അതുമായി ഇവർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫീസ് ഇനത്തില് എത്ര രൂപയായിട്ട് കൊടുക്കേണ്ടി വരും? അപ്പൊ വിളിക്കാൻ പറ്റും, നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരാണെങ്കിൽ ആരും വിളിക്കും. അതിന് ഒരു ആശങ്കയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തി, ഞാനുമായി സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല പകർത്തുള്ള അപകടം, എന്റെ വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ പൈസയുടെ വിഷയം സ്വാഭാവികമായിട്ട് അവർ മനസ്സിലേക്ക് ഓടി വന്നാൽ വിളിക്കാൻ മടിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിനും കൂടി അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ഒരു അപകടം കാണുന്നയാള് ഉടൻ തന്നെ 101 നൽകുന്നത്. 101 കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് നമ്പർ, മണ്ണാർക്കാട് നമ്പറാണ് 04924 230 101 230 303, വേറൊരു മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ട്. അപ്പോ ഇത്തരം നമ്പറുകൾ നമ്മൾ ഓരോ അവയർനെസ് ക്ലാസ്സിനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ പല ക്ലാസ്സുകളും നമ്മൾ മണ്ണാർക്കാട് ഏരിയയിലാണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ മിക്കവാറും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ ഒരു 250-300 ക്ലാസ്സുകൾ ഓരോ നിലയത്തിലും കൊടുക്കുന്നുണ്ട്. ഈ അവയർനെസ് ക്ലാസ്സുകളിലൊക്കെ ഇത്തരം മെസ്സേജുകൾ നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ കാരണതാണ് ഈ ഒരു പാളിച്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം നിൽക്കുകയാണ്. ഞാൻ പൊതുജനത്തോട് വളരെ കൃത്യമായിട്ട് എന്റെ മനസ്സിൽ തൊട്ടിട്ട് പറയാൻ കഴിയും. അതായത് ലാൻഡ് ഫോണ്, നമ്മളുടെ ലാൻഡ് ഫോണുകൾ 2 റിംഗ് കഴിഞ്ഞ് 3ാമത്തെ റിംഗിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏത് പാതിരാക്കാണെങ്കിലും കേരളത്തിലെ 124 ഫയർ സ്റ്റേഷനിലെ അതും ശക്തമാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നതാണ്. അത് ഏത് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാലും ഏത് പാതിരാക്കാണെങ്കിലും അത് സമയം രാവ് പകരം എന്നുള്ള വ്യത്യാസമല്ല. ഏത് സമയത്താണെങ്കിലും 3ാമത്തെ റിംഗ് കഴിയുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് 2 റിംഗ് കഴിഞ്ഞ് 3ാമത്തെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു അപകട മെസ്സേജ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പറയുന്ന ആളുടെ ഫോൺ നമ്പർ ഞങ്ങൾ ചോദിക്കും. ആ ഫോൺ നമ്പർ വിളിക്കുന്ന ആളുടെ ഫോൺ നമ്പർ ചോദിക്കും. അത് ഞങ്ങൾ ഇത് ജെനുവിൻ ആണോ, സത്യസന്ധമായിട്ടുള്ളതാണോ. ചിലത് കളിപ്പിക്കാനൊക്കെ ചിലപ്പോൾ നമ്പർ പറയാതെ അവർ നിർത്തിച്ച് പോകും. അപ്പൊ ഞങ്ങൾ മനസ്സിലാവും ഇത് ഞങ്ങൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്പർ കൃത്യമായിട്ട് അവർ തരും. ആ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്യും, പേര് ജസ്റ്റ് നോട്ട് ചെയ്യും, അഡ്രസ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പൊ ഒരാളുടെ പേര് ബാബു എന്നാണെങ്കിൽ ബാബു, അല്ലെങ്കിൽ ബാലൻ എന്നാണെങ്കിൽ ബാലൻ, അല്ലെങ്കിൽ ജോസഫ് ആണെങ്കിൽ ജോസഫ്, മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് എന്ന് ഞങ്ങൾ എഴുതി വെക്കും. അതിനുശേഷം എവിടെയാണ് ഇത് കൃത്യമായിട്ടുള്ള സ്ഥലം, അപകട സ്പോട്ട് എവിടെയാണ് എന്ന് ചോദിക്കും. അവിടേക്ക് എത്താനുള്ള മാർഗം ചോദിക്കും. ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ തീർത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്ത് തരം അപകടമാണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിത്തിൻ 20 സെക്കൻഡ്സ്, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ ഞങ്ങൾ വണ്ടി കയറി ഇറങ്ങിയിട്ട് നമ്മൾക്ക് പോകാൻ പറ്റുന്ന ഈ നിരത്തിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൽ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിരിക്കും. അവിടെ നമ്മൾ ആ ജോലി തീപിടുത്തമാവട്ടെ ഏത് തരം അപകടമാവട്ടെ ആ അപകടം തരണം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് ഞങ്ങൾ പൂര ഡീറ്റെയിൽസ് എടുത്ത് കൂടാനല്ലാതെ മറ്റ് രീതിയിലെ ആളുകൾ ആശങ്കപ്പെടുന്ന രീതിയിൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള യാതൊരു നയ പൈസ സേവനത്തിൽ ചെലവാണ്. നമുക്ക് ശമ്പളം തരുന്ന സർക്കാരാണ്, വാഹനത്തിന്റെ മെയിൻ്റനൻസ് സർക്കാരാണ്, ഡീസൽ പെട്രോൾ വരുന്ന സർക്കാരാണ്, മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വളരെ ക്ലാരിഫൈ ചെയ്ത് പറയാൻ കഴിയും. ഒരു ഉദ്യോഗസ്ഥനും ഒരു പൈസ പോലും ഇതിനകത്ത് നൽകേണ്ടതില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിനോട് വ്യക്തമായിട്ട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഏതൊരു അപകടം നിങ്ങളുടെ മുമ്പിൽ, അതായത് കേരളത്തിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച്, കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അനുസരിച്ച് 26 തരം ദുരന്തങ്ങൾ കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കണക്കല്ല, ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി പഠനം നടത്തിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ ഉടനീളം അതായത് പഠനം നടത്തിയിട്ട് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ 31 തരം ദുരന്തങ്ങളും കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് 26 തരം ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ ക്ലാരിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ 26 തരം ദുരന്തങ്ങളിൽ ഏതാവട്ടെ അതെല്ലാം നമുക്ക് വിശദീകരിക്കാൻ 26 പറയാൻ കഴിയില്ല. തീപിടുത്തമാവട്ടെ, പ്രളയമാവട്ടെ, വരൾച്ചയാവട്ടെ, ഭൂകമ്പമാവട്ടെ, ഇലക്ട്രിക് ഷോക്ക് ആവട്ടെ, അതുപോലെ തന്നെ വെള്ള ജലാശയത്തിൽ അപകടമാവട്ടെ, ഗ്യാസ് ലീക്ക് ആവട്ടെ, ഏത് അപകടമാണെങ്കിൽ 26 തരത്തിൽപ്പെട്ട ഏത് അപകടമാണെങ്കിലും ആ അപകടത്തിൽ പെട്ടിട്ടുള്ള ആളെ രക്ഷിക്കാൻ, അവിടുത്തെ ജംഗമ വസ്തുക്കളെ സ്വത്തുവകകളെ സംരക്ഷിക്കുവാൻ നമ്മളുടെ സേവനം കൃത്യമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടണം. അതിന് നയാ പൈസ കൊടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫോണിന് പോലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. 101 ടോൾ ഫ്രീ ആണ്. അപ്പൊ ഫോൺ ഒരു കോള് വിളിക്കാൻ പോലും പൈസ വേണ്ടാത്ത തികച്ചും സൗജന്യമായിട്ടുള്ള ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സേവനം, ഒരു രക്ഷാപ്രവർത്തനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കേരളത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതിൽ ഇടപെടുക, നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഈ പൊതുസമൂഹത്തോട് ആവശ്യമാണ്. ഒരു ചെറിയ കാര്യം, 22 വർഷമായി സർവീസ് തുടങ്ങിയിട്ട് നമ്മള് നാട്ടിലെ ഈ 22 വർഷം കൊണ്ട്
ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വലിയ വലിയ കെട്ടിടങ്ങളുണ്ടായി, വലിയ വലിയ സമുച്ചയങ്ങളും മറ്റു സംവിധാനങ്ങളും ഫാക്ടറികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അപകട സാധ്യതകൾ കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ബിൽഡിങ്ങിലും എല്ലാ മറ്റു സംവിധാനങ്ങളിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്ര പെർഫെക്റ്റ് അല്ല. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്, അതിന് കുറ്റം പറയുകയല്ല. ഈ സംവിധാനത്തിലൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്കും ഒരുപാട് മനസ്സിൽ പറയാനുണ്ടാവും. കാരണം കയറുന്ന സമയത്തുള്ള എക്യുപ്മെന്റ്സും സംവിധാനങ്ങളും അല്ല ഇന്ന് ഫയർഫോഴ്സിന്റെ കയ്യിലുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലായാലും സേഫ്റ്റി അവസ്ഥകളുടെ കാര്യത്തിലായാലും നിങ്ങളിൽ ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന ഒരുപാട് ഉപകരണങ്ങൾ രംഗത്തുണ്ട്. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രംഗത്ത്, സേഫ്റ്റി രംഗത്ത്, നിങ്ങൾക്ക് ഇടപെടുന്ന രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സർവീസ് ഞാൻ 98 സർവീസിൽ വന്നതിന് ശേഷം അന്നുണ്ടായ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, പുതിയ എക്യുപ്മെന്റ്സും പുതിയ വാഹനങ്ങളും ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയർ എഞ്ചിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1-2 പിന്നെ ഒരു സ്റ്റേഷനിൽ 1-2 ഫയർ എഞ്ചിനും ചില സ്റ്റേഷനുകളിൽ ഒരു ജീപ്പോ ആംബുലൻസോ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളുടെ കാലങ്ങൾ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഓരോ വർഷങ്ങൾ വരുമ്പോഴും ഇതും കൂടി അതിന്റെ ഒന്ന് സൂചിപ്പിച്ചാണ് ഈ ഫയർഫോഴ്സ് രംഗത്ത് കേരളത്തിൽ വന്ന ചരിത്രം. ഇപ്പോ എത്ര ഡിപ്പോളുണ്ട്, എങ്ങനെയാണ് വന്നത്, ഇപ്പൊ മൊത്തം എത്ര ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ച് 1962 വരെ പോലീസിന്റെ കീഴിലായിരുന്നു. കേരള പോലീസിന്റെ കീഴിലാണ്, പോലീസിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ പോലീസിൽ ഒരു വിങ് എന്നുള്ള രീതിയിലാണ്. 62 ശേഷമാണ് നമ്മൾ ഫയർഫോഴ്സ് എന്ന് പറയുന്ന, അന്ന് ഫയർഫോഴ്സ് തന്നെയായിരുന്നു. ഫയർ റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്നത് പിന്നീട് 2001 മാറ്റി വന്നിട്ടുള്ളത്. കാരണം റെസ്ക്യൂ വർക്ക് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ റെസ്ക്യൂ എന്നുള്ള പദം കൂടി കൂട്ടിച്ചേർക്കുന്നത് 2001 ശേഷമാണ്. അപ്പൊ ഈ 1962 ശേഷം ഈ ഫയർഫോഴ്സ് എന്ന് പറയുന്ന സാധനം സ്വതന്ത്രമായിട്ട് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ് പോലീസിൽ നിന്ന് വേർപെട്ട് സ്വന്തമായിട്ടുള്ള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിന്റെയും അതുപോലെ തന്നെ ജയിൽ വകുപ്പിന്റെയും കൂടെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ ഫയർഫോഴ്സ് അന്ന് മുതലേ സ്വതന്ത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഫയർ ഫൈറ്റിങ്ങും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്ന് മുതൽ തന്നെ അന്ന് സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സും അതുപോലെ വാഹനങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. അതിനുശേഷം ഞാൻ 98 സർവീസിൽ കയറി. 95 മുതലാണ് PSC ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ 96 ശേഷം വന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ ബാച്ചുകൾ. അപ്പൊ ആ 96 ശേഷം വന്നിട്ടുള്ള 97 സർവീസിൽ കയറിയിട്ട് 91-98 ട്രെയിനിങ് കഴിഞ്ഞ് റെഗുലർ സർവീസിൽ കയറിയ ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം പുതിയ വാഹനങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊറോണയെ സർക്കാർ വളരെ കൃത്യമായിട്ടാണ് നേരിടുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ ചലിപ്പിക്കാൻ സർക്കാർ കൃത്യമായിട്ട് കഴിയുന്നുണ്ട്, കാര്യം യാതൊരു സംശയമാണ്. അപ്പൊ അത് ഫയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിലും പോലീസ് ആണെങ്കിലും ആരോഗ്യവകുപ്പാണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകൾ, കേരളത്തില് ഇതില് പങ്കെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളെയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുവാൻ സർക്കാർ കഴിയുന്നുണ്ട്. സർക്കാർ ഏകോപിച്ച് കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഒരു ശക്തമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർ റെസ്ക്യൂ സർവീസസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഹേമചന്ദ്രനാണ് ഇപ്പോ ഞങ്ങളുടെ ഡയറക്ടർ ജനറൽ. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് താഴത്തെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫയർ റെസ്ക്യൂ സർവീസസ് COVID-19 സമയത്ത് പോലും അതായത് അതിശക്തമായിട്ട് ഇതിന്റെ വ്യാപനവും അതോടൊപ്പം തന്നെ ഇത് കേരളത്തിൽ പെരുകുന്നതും തടയുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൂടി ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പോലും പുതിയ പുതിയ പമ്പുകൾ ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് പോലും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റിക്കവറി വെഹിക്കിൾസ്, അതുപോലെ തന്നെ ഫോം ടെൻഡറുകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് ചെറിയ വഴികളിലൂടെ പെട്ടെന്ന് ചെറിയ ഫയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ എമർജൻസി എക്യുപ്മെന്റ്സ്, എമർജൻസി വാഹനങ്ങൾ, ഫയർ ടെൻഡറുകൾ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ എമർജൻസി ടെൻഡറുകൾ, QR ക്വിക്ക് റെസ്പോൺസ് വെഹിക്കിൾ, അതുപോലെ തന്നെ ബുള്ളറ്റ് സംവിധാനം, ബുള്ളറ്റിൽ മിസ്റ്റ് സംവിധാനം, ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും പിന്നീട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂബ സെറ്റ്, വെള്ളത്തിനടിയിൽ നിന്ന് എത്രയോ അടി താഴെ നമ്മൾ 100, 150, 200, 400 അടി താഴ്ചയിൽ നിന്ന് ആളുകളെ എടുത്തുകൊണ്ടുവരാൻ സംവിധാനത്തിലുള്ള സ്കൂബ ഡൈവിംഗ് സെറ്റുകൾ, അതുപോലെ തന്നെ ബ്രീത്തിങ് കപ്പാസിറ്റികൾ, ഓക്സിജൻ ഇല്ലാത്ത പ്രതലത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കിണറുകളിലാണെങ്കിലും മറ്റ് ഓക്സിജൻ ഗ്യാസ് നിലനിൽക്കുന്ന ആ സന്ദർഭങ്ങളിലും തീപിടുത്ത സമയത്ത് തീയിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാൻ ആവശ്യമായി ബ്രീത്തിങ് അത് സുഖമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ സിലിണ്ടറോട് ബ്രീത്തിങ് കപ്പാസിറ്റി, അങ്ങനെ ഇതൊന്നും ഞങ്ങൾ 98 സമയത്തൊന്നും ഇതൊന്നുമില്ല. ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ മനോധൈര്യം സത്യത്തില് ഒരുപാട് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ഇനിയും വരാനുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ആവശ്യമാണ്. അതൊക്കെ തീർച്ചയായിട്ടും വരും.
അതൊക്കെ കാലഘട്ടങ്ങളിൽ വരുമെന്ന കാര്യത്തിൽ ഞാൻ യാതൊരു തർക്കമല്ല. കാരണം ഇതുവരെ വന്നത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വരും. അതുകൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ തന്നെ ഏറ്റവും നല്ലൊരു ഫയർ സർവീസ് ആയിട്ട് കേരളത്തിന് മാറ്റാൻ കഴിയും. എത്ര സർവീസ് സ്റ്റേഷൻ കേരളത്തിലുണ്ട്? 174 ഫയർ സ്റ്റേഷനാണ് നിലവിലുള്ളത്. ഒരു ട്രെയിനിങ് അക്കാദമി ഉണ്ട്, സിവിൽ ഡിഫൻസ് അക്കാദമി തൃശ്ശൂരുണ്ട്. അപ്പോൾ അത് വേറെ ഇതിനോട് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ 174 ഫയർ സ്റ്റേഷനാണ്. ഈ 174 ഫയർ സ്റ്റേഷനിൽ എത്രത്തോളം ജീവനക്കാര് ഈ രംഗത്ത്? ഏകദേശം 4,900, 5,900 ആളുകൾ ജീവനക്കാര്, ഓഫീസേഴ്സും അതുപോലെ തന്നെ താഴെ കിടക്കുന്ന ജീവനക്കാരും രംഗത്ത് സജീവമായിട്ട് നമ്മുടെ കേരളത്തിൽ വരുന്ന അപകടങ്ങളൊക്കെ ഞങ്ങൾ ശക്തമാണ് എന്നുള്ള എന്ത് സാഹചര്യങ്ങളും നേരിടാൻ ശക്തമാണ്. നല്ല ഫോഴ്സ് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അപകടങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ കുറെ അപകടങ്ങളുണ്ട്, ഒന്ന് രണ്ട് അപകടങ്ങൾ സൂചിപ്പിക്കാം. ആ സൂചിപ്പിക്കുന്ന അപകടങ്ങളിലൊക്കെ ഒരു ഫയർഫോഴ്സിന് വിളിക്കുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം അപകടം സംഭവിച്ചു നിൽക്കുമ്പോൾ വീട്ടുകാർ, അവരുടെ തൊട്ടടുത്തുള്ള ആളുകളും ഉണ്ടാവും. അവർ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ വരുമ്പത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, പ്രത്യേകിച്ച് ചില സമയത്തൊക്കെ അപകടം സംഭവിച്ച് അതിൽ കൃത്യമായി അറിയാതെ ഇടപെടുന്നതിലൂടെ അപകടം കൂടി ഇരട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് മരണം വരെ സംഭവിക്കാനുള്ള, നമ്മുടെ പാകപ്പിഴവുകൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും കൂടി ട്രെയിൻ ചെയ്ത ആളുകളാണ് നിങ്ങൾ. വളരെ കൃത്യമായി ഓരോ സംവിധാനത്തെയും മെഡിക്കൽ സംവിധാനത്തോടു കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസിൽ പെട്ടെന്ന് ഒരു ലീക്കേജ് വന്ന്, ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, അപകട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിഷയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങുന്നതിന് അങ്ങനെയാണ്, ഡിസാസ്റ്റേഴ്സ് cannot be prevented, but we can reduce the calamities by taking some precautions. ഇപ്പൊ ഈ COVID-19 വരുമ്പോഴും നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, ആ രണ്ട് സെന്റൻസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അതായത് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ 31 തരം ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ അത് തടയണം. ഇപ്പൊ നമ്മൾ ഈ COVID-19 നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സത്യത്തിൽ 2 മാസം മുമ്പ് പ്രതീക്ഷിച്ചത് നമ്മൾ ഒരുങ്ങുന്നത് പ്രളയത്തിലേക്കാണ്. അടുത്ത് വരാൻ പോകുന്ന പ്രളയത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ, അതായത് അതിന്റെ ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളും അതിന്റെ ട്രെയിനിങ്ങും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ COVID-19 എന്ന് പറഞ്ഞ ഭീഷണി വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ അവിചാരിതമായിട്ട് ഈ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസർട്ടൺ ആണ്. അതുപോലെ തന്നെ വളരെയേറെ പ്രശ്നങ്ങൾ, സാമ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അപകടം. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു അപകടമാവില്ല ഇപ്പൊ COVID-19 ഇപ്രാവശ്യം വന്നു, അടുത്ത പ്രാവശ്യം എന്താണ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഒരു ദുരന്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരിക്കലും സാമ്യമുള്ള ദുരന്തങ്ങളാവില്ല. അതുപോലെ തന്നെ വളരെയേറെ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നതാണ് അപകടങ്ങൾ. വളരെ സ്പീഡിയാണ്, വളരെ വേഗതയിൽ സംഭവിക്കുന്നതാണ് എല്ലാ അപകടങ്ങളും. അപ്പൊ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഞാൻ സെന്റൻസ് ഒന്നുകൂടി ഇംഗ്ലീഷിൽ തന്നെ പറയണേ. അതായത് ഈ ഡിസാസ്റ്റേഴ്സ് cannot be prevented, ദുരന്തങ്ങളെ നമുക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല. But we can reduce the calamities or vulnerabilities by taking some precautions. ചില മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് ഈ അപകടങ്ങളുടെ ആഴവും പരപ്പും നഷ്ടസംഖ്യവും മരണസംഖ്യയും ഒന്ന് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒന്ന്, ഒരു അപകടം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കേണ്ട, രക്ഷാപ്രവർത്തകരെ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഒന്ന്. രണ്ടാമത്തത്, അവരെ വിളിച്ച് അവർ വരട്ടെ. അതിന്റെ ഒരു ഇടയില് ഈ പറഞ്ഞ ചോദ്യം അല്ലെങ്കിൽ ഈ സമയം വളരെ പ്രസക്തമാണ്. കാരണം വളരെയേറെ നിർണായകമായിട്ടില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ജീവനെ കൃത്യമായിട്ട് നമ്മൾ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് വേണം ചെയ്യാൻ. അത് നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായിട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ആളുകൾ, അതായത് ഒരിക്കലും റെസ്ക്യൂ വർക്കിന് അപകടത്തിൽ പെടാൻ പാടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം തന്നെ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദി റെസ്ക്യൂ വർക്കർ. ആദ്യ റെസ്ക്യൂ വർക്കർ, ഞാൻ താങ്കളും കൂടി റെസ്ക്യൂ വർക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം, അതായത് നമ്മുടെ 2 പേരുടെയും അതായത് സുരക്ഷ തന്നെയാണ് പ്രധാനം. ആ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങേണ്ടത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ടീം പ്രൊട്ടക്ഷനാണ്. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ടീം ഉണ്ടാവും, നമ്മുടെ കൂടെ വന്നിട്ടുള്ള 4-5 ടീം ഉണ്ടാവും. ആ 4-5 ടീമിന്റെ അതായത് പ്രൊട്ടക്ഷനാണ് പിന്നീട് സേഫ്റ്റിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിഗണന കൊടുക്കേണ്ടതാണ് വിക്ടിമിന്റെ രക്ഷപ്പെടുന്നത്.
അപ്പൊ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എപ്പോഴും ഗ്യാസ് ലീക്ക് ആവട്ടെ, കിണറപകടമാവട്ടെ, പുഴയപകടമാവട്ടെ, തീപിടുത്തമാവട്ടെ, മറ്റ് ഏത് ഡിസാസ്റ്റർ ആവട്ടെ, ആ ഡിസാസ്റ്ററിലെ ഒരു രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ രക്ഷാപ്രവർത്തകരായിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മുന്തിയ പരിഗണന നമ്മളെ സേഫ്റ്റിയാണ്. ആ ജീവന്റെ ആ സേഫ്റ്റി നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവനെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമാണ്. നമ്മളുടെ ജീവൻ അപകടപ്പെട്ടിട്ട് നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിന് സാധിക്കില്ല. അത് ഏറ്റവും പ്രധാനമായിട്ട് വളരെ മൂല്യത്തോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ട ഒരു സംഗതി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ലീക്ക് ആണല്ലോ സൂചിപ്പിച്ചത്. ഗ്യാസ് ലീക്ക് ആണെങ്കിൽ നമ്മൾ ഫയർ സർവീസിനെ വിളിച്ചു. ഫയർ സർവീസിന് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ലീക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ തുടരുകയോ ചെയ്യരുത്, അത് പ്രശ്നമില്ല. അതിനെ കുറിച്ചിട്ട് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇവിടെ ഒരു സെക്കൻഡ് ഒരു ഫയർ ഉണ്ടായി, അത് പ്രൈമറി ഫയർ, ഗ്യാസ് കത്തി പ്രൈമറി ഫയർ. സെക്കൻഡറി ഫയർ പക്ഷെ അടുക്കള കത്തുന്നത്, അത് സെക്കൻഡറി ഫയർ. അപ്പൊ അടുക്കളയിലുള്ള സാധനങ്ങൾ കത്തി, അടുക്കള കത്തി, വീട് കത്തി, അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് വരാൻ സാധ്യത. അപ്പൊ ഈ ഫസ്റ്റ് പ്രൈമറി നമ്മുടെ തീപിടുത്തം തന്നെ അണക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ലീക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ആ സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം റെഗുലേറ്റർ ഓഫ് ചെയ്തിരുന്ന 90% ലീക്ക് ആണെങ്കിലും അതുപോലെ തന്നെ തീ ആണെങ്കിലും നിൽക്കും. പക്ഷെ നമ്മളെ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സിലിണ്ടർ. തീക്കുമ്പാരത്തിൽ പെട്ടിട്ട് അമിതമായിട്ട് അത്രയും ശക്തമായിട്ട് ചൂടായിരുന്നു ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാതെ പെട്ടെന്നൊന്ന് ലീക്ക് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് കത്തി കുറിച്ച് നമ്മുടെ ഒരു വിചാരം, നമ്മുടെ പുസ്തകത്തിൽ ഇതിപ്പോ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമ്മൾ വീടും ആ പരിസരം വിട്ടിട്ട് മറ്റെവിടെയോ പറഞ്ഞ് വളരെ തമാശ പറയാറുണ്ട്, ആ പഞ്ചായത്തിൽ പോലും ചിലപ്പോൾ ആളുകൾ അവശേഷിക്കാത്ത സാധ്യത ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ആളുകളിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഓരോ സന്ദേശം കൊടുത്താണ്. നിങ്ങൾ അതിൽ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നതല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു ലീക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ചെറിയ ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ധൈര്യമായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീക്ക് അതുപോലെ തന്നെ ഫയർ അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആ സിലിണ്ടറിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ കഴിയും. പിന്നെ ലീക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനാലയം അതോടൊപ്പം തന്നെ മറ്റ് സ്പാർക്ക് ഉണ്ടാകുന്ന സ്വിച്ച് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക തുടങ്ങിയ സംഭവങ്ങൾ ചെയ്യാതില്ല. ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് അതാണ് ഞാൻ ആ സെന്റൻസ് കൂടെ പറഞ്ഞത്. പ്രിക്കോഷൻസ് എടുക്കുന്നതിലൂടെ കൃത്യമായിട്ട് നമുക്ക് അപകടങ്ങളുടെ ആഴം പരത്ത് മരണസംഖ്യ നാശനഷ്ടങ്ങൾ കുറച്ച് സമാധാനം. രണ്ടാമത് കിണർ, അതുപോലെ തന്നെ കുളം പോലുള്ള സംവിധാനങ്ങളിൽ കുട്ടികൾ, മുതിർന്നവരൊക്കെ പ്രത്യേകിച്ച് കിണറൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ അടിഭാഗത്ത് ഓക്സിജൻ പോലും കിട്ടാത്ത കിണറുകളുണ്ട്. ആ സമയത്ത് കിണറ്റിൽ ചാടുന്ന സമയത്ത് പർപ്പോസിനെ പിടിച്ചതിന്റെ ആ ഗ്യാപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മള് കഴിഞ്ഞ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിലപ്പോൾ കിണറ്റിൽ ചാടുന്നത് നമ്മൾ അറിയിക്കാതെ സൂയിസൈഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ഈ വീഴുന്ന സമയത്ത് ചിലപ്പോൾ പരിസരത്താറില്ല, കിണറ്റത്തിൽ വെള്ളം കോരുമ്പോഴാവും ആര് വന്നിട്ടുണ്ടാകും. അപ്പൊ വീണിട്ട് ആള് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് അറിയുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും പിടുത്തം കിട്ടിയിട്ട് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കയറെടുത്തിട്ട് സേഫായിട്ട് അയാളോട് പിടിച്ചു നിൽക്കാൻ പറ്റും. ഏറ്റവും സേഫ് വിവരം അറിയിച്ച് അവിടെ എത്തിക്കാൻ കഴിയും. കാരണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചേർന്നതിനൊക്കെ സഹായത്തോട് കൂടിയിട്ട് വളരെ സേഫായിട്ട് ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോഴുള്ള ഏറ്റവും അസൗകര്യമായ കാര്യമാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുടെ സേഫ്റ്റി കൂടി ഉറപ്പുവരുത്താൻ കഴിയും. കാരണം നിങ്ങൾക്ക് അതിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിലൊക്കെ ഇടപെടാൻ കഴിയും. അതുപോലെ തന്നെ കഴിഞ്ഞ ഞാൻ അപകടങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കറണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായി കറണ്ടുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഇഷ്യൂസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇലക്ട്രിസിറ്റി സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ വീടുകളിലുള്ള വീട്ടമ്മമാരോട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗം കഴിഞ്ഞാൽ പരമാവധി അതിന്റെ പ്ലഗും ആ എക്യുപ്മെന്റ്സ് ഓഫ് ചെയ്യുക എന്നതാണ്. വീട് വിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് പരമാവധി മെയിൻ സ്വിച്ചുകൾ ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ടി വി മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇല്ല. അപ്പൊ പൊട്ടുന്ന ഈ സമയത്ത് പോലും നമ്മൾ പലപ്പോഴും വളരെ ഫ്രീ ആയിട്ട് ടി വി ഉപയോഗിക്കാറുണ്ട്, മറ്റ് നമ്മുടെ ഇലക്ട്രിക് ഇക്വിപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ സമയത്ത് അതിലൊക്കെ ജാഗ്രത വഹിക്കാം. അതോ ഈ സാധാരണയായിട്ട് സംഭവിക്കുന്ന സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് നമ്മൾ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഹീറ്റർ ആണെങ്കിലും അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് നമുക്ക് ഈ മൊബൈലിൽ കൂടി വന്നതോട് കൂടിയിട്ട് പലപ്പോഴും നമുക്ക് ജാഗ്രത കുറവ് സംഭവിക്കുന്നുണ്ട്. ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഡ്രസ്സിൽ വെച്ചിട്ടായിരിക്കും നമുക്കൊരു മൊബൈൽ വന്നത്, അത് അങ്ങനെ പോവാം. പക്ഷെ ഇതിവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കത്തല് 2-3 സെക്കൻഡിനുള്ളിൽ വീട് മുഴുവൻ കത്തിച്ചാമ്പലാവുന്ന സാഹചര്യത്തിൽ പോകും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ഒരു അശ്രദ്ധയാണ്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ 96 മുതൽ 98% വരെയും
നമ്മളുടെ രാജ്യത്ത് ഈ ലോകത്ത് വിശേഷ കേരളത്തിലൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത മനുഷ്യന്റെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒരു 4 അല്ലെങ്കിൽ 2% മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രകൃതി മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒരു 2 മുതൽ 4% വരെ മാത്രം. ഇത് നാസറിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഫയർഫോഴ്സിന്റെയോ മാത്രം കണക്കല്ല. ഇത് മൊത്തത്തിൽ ഞങ്ങൾ പഠനം നടത്തി ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയും ഒക്കെ വിലയിരുത്തുന്നതിന്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് 4 വരെ പരമാവധി അല്ലെങ്കിൽ 2 മുതൽ 4 വരെ മാത്രമാണ് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ രാജ്യത്ത് കേരളത്തിലൊക്കെ ഉണ്ടാകുന്നത്. ബാക്കി എല്ലാം സംഭവിക്കുന്ന ഡിസാസ്റ്ററുകൾ നമ്മുടെ മനുഷ്യന്റെ ജാഗ്രത കുറവ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നു. ഞാൻ ഒരു കാര്യം നമുക്ക് കൊറോണ കാലഘട്ടം കടന്നു നമ്മുടെ ആരോഗ്യ മേഖല കഴിഞ്ഞ വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്ത ശക്തി എന്തെന്ന് കൃത്യമായി തെളിയിച്ച ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു സാഹചര്യം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രളയം വളരെ കൃത്യമായി കേരള ഫയർഫോഴ്സിനെ എടുത്ത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കൃത്യമായി നമ്മളൊക്കെ ഫയർഫോഴ്സിലെ പല ആളുകളും അവർക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലല്ലോ, അവരിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ സത്യത്തിൽ ഒരു ഊർജ്ജം സംഭരിക്കുകയായിരുന്നു, അവർ സജ്ജമാകുകയായിരുന്നു. എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാവരും വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് എടുത്ത് മുന്നോട്ട് ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മേഖലയിൽ ഉണ്ടായ ഒരു വലിയ കുതിച്ചുകയറ്റം എത്രത്തോളം സജ്ജമാണ് നിങ്ങൾ പറഞ്ഞ മാതിരി സാറ് പറഞ്ഞ മാതിരി എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലായാലും നമ്മുടെ മാൻ പവറിന്റെ കാര്യത്തിലായാലും അവരുടെ പരിശീലനം എത്രത്തോളം നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പ്രളയകാലത്ത് കൃത്യമായി തെളിയിച്ചു. ഇനി ഒരു മഴക്കാലം വരികയാണ്. നമ്മുടെ നിങ്ങൾ സാറ് പറഞ്ഞ കാര്യം തന്നെ ഒരു മൂന്നാമത്തെ പ്രളയം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ട് പ്രളയത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു സേഫ്റ്റി എന്നുള്ള നിലയിൽ വെള്ളവുമായി ബന്ധപ്പെട്ടും പ്രളയവുമായി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തൊക്കെ ഒരു മുൻകരുതലുകളാണ് നമ്മൾ ഇനി എടുക്കേണ്ടത്? 2 പ്രളയം നമ്മൾ അതിജീവിച്ചു. മൂന്നാമത്തെ ഒരു പ്രളയം ഉണ്ടാവരുത് എന്നാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞങ്ങളുടെ സത്യത്തിൽ ഞങ്ങൾക്ക് പണി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതായിരുന്നു. കാരണം ഞങ്ങൾ പണിയെടുക്കാൻ പഠിച്ചിട്ടല്ല, മറിച്ച് നമ്മൾക്ക് എടുക്കേണ്ട പണികൾ മുഴുവൻ ദുരന്തങ്ങളാണ്. ഒന്നുകിൽ നഷ്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ മരണങ്ങളായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദുരന്തമോ ഒരു വർക്കിലോ ഞങ്ങൾക്ക് അതായത് പോകേണ്ട സ്ഥിതി സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് മനസ്സുകൊണ്ട് ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോ മൂന്നാമത് പ്രളയം ഉണ്ടാകരുത് എന്നുള്ളതാണ്. സമ്മർസോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് കേരളം നല്ല ഭംഗിയോട് കൂടിയിട്ട് ഈ നിൽക്കുന്ന സാഹചര്യങ്ങള് മെച്ചപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് താല്പര്യം. അപ്പൊ 2 പ്രളയം നമ്മൾ അതിജീവിച്ചു. 2 പ്രളയത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ സത്യത്തിൽ 2018 പ്രളയം നമ്മളെ അപ്രതീക്ഷിതമായിട്ടുള്ള ഞങ്ങള് മണക്കാട് ഫയർഫോഴ്സ് പട്ടിമാളത്തൊക്കെ 2018-ലും 19-ലും ഒരു കാരണ സഹായത്തോട് കൂടിയിട്ട് രൗദ്രഭാവം കൊണ്ടൊഴുകുന്ന ആ ഭവാനിയെ മറികടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തിയത്. 2019 ഒരു ഗർഭിണിയും കുട്ടിയും അടക്കം 7 പേരും 2018 ആദ്യമായിട്ട് നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മൾ എത്രണ്ട് വിജയിക്കുമെന്ന് ഞാൻ ഉറപ്പില്ലായിരുന്നു. ആ സമയത്ത് 2018 2 വൃദ്ധ ദമ്പതികളെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ള ആ വർക്കൊക്കെ ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2018 പ്രളയ ദിവസം തുടങ്ങുന്നതിന് മുൻപാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് വേണ്ട വരത്തില്ല. 2019 ശരിക്കും പ്രൊജക്ട് ചെയ്തിട്ട് അതായത് അത് ടിവിയിലൊക്കെ ചാനലൊക്കെ ലൈവായിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പൊ വളരെ കണിശമായിട്ട് കൃത്യമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഈ 2 പ്രളയത്തിലും കൃത്യമായിട്ട് 1,25,000 ആളുകളെയാണ് കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരം 2019 പ്രളയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് മാത്രം രക്ഷിക്കാൻ കഴിയും. 1,25,000 പേരെ അതിനാണ് മറ്റ് സന്നദ്ധ പ്രവർത്തകർ ചെയ്തിട്ടുള്ള ഒക്കെ അത് കൃത്യമായിട്ട് നമ്മൾ ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. അങ്ങനെ വളരെ കൃത്യമായിട്ട് 2018-ലെയും 2019-ലെയും പ്രളയ സമയത്ത് ഇടപെടുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കാളികളാവുകയും ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ 2 പ്രളയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രളയം അഥവാ വരികയാണെങ്കിൽ അതിന്റെ 2018-ന്റെ അത്ര തന്നെ നാശനഷ്ടങ്ങളോ മരണസംഖ്യയോ 2019 ഉണ്ടായിരുന്നു. 2019 നമ്മൾ കുറച്ചുകൂടി സജ്ജമായിട്ടുണ്ട്. 2020 അഥവാ വരാതിരിക്കേണ്ട വരികയാണെങ്കിൽ കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് നേരിടാൻ നമുക്ക് സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇംപ്രോവൈസ്ഡ് എക്യുപ്മെന്റ്സ് അടക്കം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് പ്രാദേശികമായിട്ട് ലഭ്യമാകുന്ന കുപ്പികളും അതുപോലെ തന്നെ ക്യാനുകളും ഈ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെളിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആ സാധനങ്ങൾ വെച്ചിട്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ള ചില ഫ്ലോട്ടിംഗ് എക്യുപ്മെന്റ്സ് അടക്കം നമ്മൾ ഉണ്ടാക്കി അത് സ്റ്റേഷൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊരു മഴക്കാലമോ അല്ലെങ്കിൽ ഒരു പ്രളയമോ ഒരു വെള്ളക്കെട്ടോ ഉണ്ടായാൽ അതിൽ നിന്ന് ആളുകളെ സാധാരണക്കാരെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ
ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് എക്വിപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളിലേക്ക് നല്ല രീതിയിൽ ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രളയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് ഇതെല്ലാം വിശദമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതൊക്കെ വാചാരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ക്ലാസ് ആയിട്ട് 2-3 മണിക്കൂർ ക്ലാസ് ഉള്ളതാണ് ഞാൻ കേവലം ഒരു അരമണിക്കൂർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത്തരത്തില് ജനങ്ങളെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടുന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ബോധവൽക്കരണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സഹായിക്കാൻ നമ്മൾ ഇടപെടുന്നതിന് മുൻപ് അവരുടെ പരിസരത്ത് അവർക്ക് ഇടപെടാനുള്ള സാഹചര്യം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഇംപ്രൂവൈസ്ഡ് മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു പരിശീലനം നമ്മുടെ നാട്ടിലെ ആളുകളെ തന്നെ അതാത് പ്രദേശത്തുള്ള ആളുകളെ തന്നെ സജ്ജമാക്കിയിട്ട് അവർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള 2 ഘട്ടങ്ങളായിട്ട് ട്രെയിനിങ് കൊടുത്തു. അവര് ഈ COVID-19 സമയത്ത് നമ്മളോട് സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് സജീവമായിട്ട് പങ്കാളികളായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മുൻകരുതലുകള്, ഇത്തരത്തിലുള്ള പ്രായോഗികമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകള് പൊതുജനങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് നമ്മൾ അതിനേക്കാൾ കൃത്യമായിട്ട് 100% അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അത് ക്രിയാത്മകമായിട്ട് ഇടപെടുവാൻ, വളരെ ശക്തമായിട്ട് ആ പ്രളയത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ഫയർ റെസ്ക്യൂ സർവീസ് കേരളത്തിൽ ആർജിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കണം. അവസാന ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കൊറോണ COVID-19 ബന്ധപ്പെട്ട ഒരു ആശങ്കയിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ഫയർഫോഴ്സിന്റെ ഒക്കെ നിങ്ങളൊക്കെ നേതൃത്വത്തിൽ കുറെ പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ കേരള ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അതിലൊന്ന് എടുത്തു പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുറെ രോഗികൾക്ക് മരുന്ന് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ കേരള ഫയർഫോഴ്സ് വളരെ വ്യത്യസ്തമായ ഒരു കാൽവെപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇത്തരം രീതിയിലുള്ള ഒരു കാൽവെപ്പ് നടത്തിയിട്ടില്ല. 2 ദിവസം മുന്നേ എന്റെ നാട്ടില് എത്രാട്ടുകര മുണ്ടക്കുന്ന് സാറൊരു മരുന്ന് എത്തിച്ചു, വളരെ ദൂരത്തിലുള്ള മരുന്ന് എത്തിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആരോഗ്യരംഗത്ത് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. കുറെ ആളുകൾക്ക് മരുന്നുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് വന്ന നമ്മളൊരിക്കലും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല കൊറോണയുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കും എനിക്കുമൊക്കെ പൂർണ്ണമായ ആരോഗ്യം ഉണ്ടായിട്ട് പോലും വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മുടെ ഒരു അവസ്ഥ തന്നെ. പ്രത്യേകിച്ച് ലോകം മൊത്തം വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത്? ഈ കഴിഞ്ഞ ഈ കൊറോണ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം, ഇതിന്റെ ഭീഷണി വന്നതിന് ശേഷം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെ തന്നെ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാത്മകമായിട്ട് വളരെ കേരളത്തിന്റെ അതായത് സാഹചര്യത്തില് സർക്കാർ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വ്യാപനം തടയാൻ സാധിച്ചിട്ടുള്ളത്. അതില് പല ഡിപ്പാർട്ട്മെന്റുകളും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, പഞ്ചായത്ത് വകുപ്പ്, സന്നദ്ധ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടേതായിട്ടുള്ള റോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു വ്യാപനം വരുന്നു, അല്ലെങ്കിൽ ഇത് തുടക്കം ഉണ്ടായി കേരളത്തിൽ ഇത് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായിട്ട് ഇത് നേരിടാൻ ആവശ്യമായ നിർദ്ദേശമുണ്ട്. നമ്മളുടെ DGP ഹേമന്ത് സാർ കൃത്യമായിട്ട് അത് താഴെ തലത്തിലേക്ക് എത്തിച്ചു. ജില്ലാ ഓഫീസർമാരെയും അതുപോലെ തന്നെ റീജിയണൽ ഓഫീസർമാരെയും കൃത്യമായിട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും അത് ജീവനക്കാരെ എത്തിച്ച് ജീവനക്കാരെ വളരെ ചടുലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ 124 ഫയർ സ്റ്റേഷൻ, ഒരു ഫയർ സ്റ്റേഷൻ താഴെ ഒരു ഫയർ സ്റ്റേഷൻ മുകളിൽ ഈ 4900 ജീവനക്കാരെ പ്രവർത്തിച്ചു, ഒരാൾ കുറച്ച് പ്രവർത്തിച്ചു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ടുള്ള ആത്മാർത്ഥ ഈ 4900 5000 താഴെ വരുന്ന ജീവനക്കാർ ഒരേ മനസ്സോട് കൊണ്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് നമ്മുടെ ഫയർ റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. വിവിധമായിട്ട് ഇതിന്റെ വ്യാപനം, അതുപോലെ തന്നെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സമൂഹത്തിൽ നിന്ന് വേരോടെ കഴുത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ള ഈ മരുന്നിന്റെ വിതരണം. സർക്കാർ, കേരള സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ആ ദൗത്യം ഫയർ റെസ്ക്യൂ സർവീസ് ഏൽപ്പിക്കുകയും അത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DGP ഹേമന്ത് സാർ കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും അത് വളരെ കൃത്യമായിട്ട് എവിടെ നിന്നാണ് എല്ലാ നെറ്റ്വർക്കും പുറത്തുമുള്ള മരുന്നുണ്ട്, പ്രധാനമായിട്ടും RCCയിൽ നിന്ന്, മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, മെന്റൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതായത് ഒരു സൈക്കിൾ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. പൊതു ഗതാഗതങ്ങളെല്ലാം ചെയിനായിട്ട്, അതായത് RCC തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നോ, കോഴിക്കോട്ട് നിന്നോ മറ്റേത് പ്രദേശമൊക്കെ അവിടെ നിന്നുള്ള മരുന്നുകൾ നമ്മൾ അവിടേക്ക് എത്തിക്കും.
അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൺട്രോൾ റൂമിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും, വാട്സാപ്പിലൂടെ കൊടുക്കും. അവരത് കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകൾ കണക്ട് ചെയ്യും. ഇവിടുന്ന് കിട്ടാത്ത പല മരുന്നുകളും ആയിരിക്കും നമ്മൾ പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എത്തിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും, മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും പിന്നെ മറ്റ് കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ എത്തിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം മരുന്നുകളുടെ വാട്സപ്പിലൂടെ നമ്മൾ അറിയിക്കുകയും അവരത് കൃത്യമായിട്ട് കണക്ട് ചെയ്യുകയും ഇപ്പൊ തിരുവനന്തപുരത്ത് RCC എന്നുള്ള മരുന്നാണെങ്കിൽ അത് തൊട്ട് കൊല്ലം അതുവഴി എറണാകുളത്തേക്ക് എത്തുകയും എറണാകുളത്ത് തൃശ്ശൂർ പാലക്കാട് എത്തുകയും പാലക്കാട് നിന്ന് പാലക്കാട് ജില്ലയിലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേഷൻ മണ്ണാർക്കാട് ഉൾപ്പെടുന്ന സ്റ്റേഷനിൽ എത്തുകയും മണ്ണാർക്കാടത്തെ ജീവനക്കാരെ അതാത് വീടുകളിൽ കൃത്യമായിട്ട് വീടുകളിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം. അതായത് ആളുകൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങള് ശ്രമിച്ചാൽ പോലും 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്ത് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നും മരുന്നുകൾ എത്തിക്കാൻ വളരെ സന്തോഷം. ആളുകൾ ഞങ്ങളോട് പറയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതായത് ഈ മരുന്ന് എത്തിക്കുന്ന കാര്യം വളരെ ഫലപ്രദമായിട്ട് എത്തിക്കുന്നുണ്ട്. ഇന്നേ വരെ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് പല ഭാഗങ്ങളിലും നിസ്സാരമായിട്ടുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ ഞങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവികളുടെ നിർദ്ദേശാനുസരണം നമ്മളുടെ വാഹനങ്ങളിൽ അവരുടെ ലാവണങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുകളിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ജനങ്ങളെ COVID-19-എതിരെ അതായത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് തികഞ്ഞ ജാഗ്രതയോട് കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതിന്റെ ബോധവൽക്കരണ പരിപാടികളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്, നിങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടതിന് സംബന്ധമായിട്ട്, മാസ്ക് ധരിക്കേണ്ടതിന് സംബന്ധമായിട്ട്, ഗ്ലൗസ് ധരിക്കേണ്ടതിന് സംബന്ധമായിട്ട്, വീട്ടിൽ പരമാവധി ഇരിക്കുന്നതിന് സംബന്ധമായിട്ട്, അങ്ങനെ COVID-19 ഇതിനെ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് പ്രേരിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ബോധവൽക്കരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഫയർ സർവീസ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷൻ കടകളിലേക്ക് ഈ കിറ്റുകൾ, നമ്മുടെ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, പച്ചക്കറി ആണെങ്കിലോ മറ്റു സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സിവിൽ സപ്ലൈസ് നമ്മളോട് സഹായം സാറേ നമുക്ക് ഇത് കിറ്റ് ആക്കണം, ഇപ്പൊ പഠിക്കാനൊന്നും നിൽക്കില്ല, തികച്ചും സൗജന്യമായിട്ട് സേവന സന്നദ്ധയോട് കൂടിയിട്ട് അവരെ സഹായിക്കും. മണ്ണാർക്കാട് നിന്ന് ഒരു 5000-6000 കിറ്റുകൾ നമ്മൾ പാക്കാൻ വേണ്ടി സിവിൽ ഡിഫൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മണ്ണാർക്കാടിന്റെ വീടുകളിലേക്ക് എത്തിക്കുന്ന കിറ്റുകളിലൊക്കെ നിങ്ങളെ കയ്യൊപ്പ് തീർച്ചയായിട്ടും അട്ടപ്പാടി ഏരിയകളിൽ മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിധി ഏറ്റവുമില്ല, ആലപ്പുഴ ജില്ലയേക്കാൾ വിസ്തൃതമായിട്ടുള്ള അട്ടപ്പാടി ഏരിയയിലെ 3 പഞ്ചായത്തുകൾ ഉൾപ്പെടെ 17 പഞ്ചായത്ത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഏരിയ അടങ്ങുന്ന ഒരു വിപുലമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഏരിയയാണ്, പ്രവർത്തന മേഖലയാണ്. ഇവിടെ ഒക്കെ നമുക്ക് ക്രിയാത്മകമായിട്ട് ഇടപെടുവാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ കയ്യൊപ്പ് തീർച്ചയായിട്ടും സമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ഈ അണുനശീകരണവുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ ഫയർഫോഴ്സ് ടീം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ മറ്റ് മരുന്നും മറ്റ് സംവിധാനങ്ങളും ആയിരിക്കില്ല ലിക്വിഡും ഇത് എത്രത്തോളം അണുനശീകരണം നടത്തിയ സ്ഥലങ്ങൾ എത്രത്തോളം സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ കാര്യമായിട്ട് നടത്തുന്നത് പള്ളികൾ, മദ്രസകൾ, ആളുകൾ കൂടുന്ന വ്യാപാരി സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ കൂടാവുന്ന സ്ഥാപനങ്ങളൊക്കെയാണ്. ഈ ആളുകൾ കൂടാവുന്ന സ്ഥാപനം അണുനശീകരണം നടത്തിയതിനു ശേഷം പിന്നെ ഈ വരുന്ന ആളുകൾ, വ്യാപാരി സ്ഥാപനങ്ങളൊക്കെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണം. ഈ അണുനശീകരണത്തിൽ എന്തെല്ലാം എത്രത്തോളം സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അണുനശീകരണം ഇപ്പൊ വ്യാപകമായിട്ട് നടക്കുന്ന സമയമാണ്. ആയിരക്കണക്കിന്, എനിക്ക് കൃത്യമായിട്ട് ഒരു ഡാറ്റ മുമ്പിലില്ല, ആയിരക്കണക്കിന്, കാരണം സംസ്ഥാനത്ത് ഒട്ടുകിടക്കണം, ആയിരക്കണക്കിന് വാഹനങ്ങൾ, അതിർത്തി കടന്നു വാഹനങ്ങൾ നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന അതായത് ഈ വൈറസിനെ തടയും എന്നുള്ള നശിപ്പിക്കും എന്ന് കരുതുന്ന സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കെമിക്കലാണ്. ഈ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാഹനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പമ്പുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിനുവേണ്ടി മാത്രം സ്റ്റേഷനിലേക്ക് പമ്പുകൾ നൽകിയിട്ടുണ്ട്. ആ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ, 10,000-കണക്കിന് പൊതുസ്ഥാപനങ്ങൾ, അതായത് ബാങ്കുകള്, ഗവൺമെന്റ് സ്ഥാപനങ്ങള്, വിദ്യാലയങ്ങള്, ATM-കള്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റേഷൻ കടകള്, ആളുകൾ കൂടുന്ന ഇത്തരത്തിലുള്ള 10,000-കണക്കിന് സ്ഥലങ്ങൾ അണിമുക്തമാക്കുന്ന പ്രവർത്തനം നമ്മൾ നടത്തിക്കഴിഞ്ഞു, ഏറെക്കുറെ നടത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ പല ഭാഗങ്ങളിൽ പഞ്ചായത്തിനെ കുറിച്ച് വിളിക്കുന്നുണ്ട്. കൊറോണ സെന്ററാണ്. ആ കൊറോണ സെന്റർ ആവുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യണം, വന്ന് നമ്മൾ തരണം, അല്ലെങ്കിൽ കൊറോണ സെന്ററിലെ ആള് പോയിട്ടുണ്ട്, ഇനി ഒന്ന് അണുമുക്തമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ദിവസവും ഇന്നും ഇന്നലെയും അടക്കമുള്ള ദിവസങ്ങളിലൊക്കെയും ഇനിയും പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മള് സിവിൽ ഡിഫൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സ്റ്റാഫ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഈ പമ്പും വാഹനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന
ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്ന HIമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആവശ്യപ്പെടുന്ന പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ചെന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇനി ഇത് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം എന്ത് ചെയ്യണം, ഈ ഭാഗം നമ്മൾ ആദ്യം പൊടി പടലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കും. കാരണം പൊടി പടലങ്ങൾ ഉള്ളിടത്തേക്ക് നമ്മൾ അത് വിനക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ലൈൻ അടിച്ചെടുക്കാനില്ല. അപ്പൊ ആദ്യം അവിടെ മാറാലോ അല്ലെങ്കിൽ ചെളിയോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഈ ആളുകൾ വരുന്നതിന് മുമ്പ് സ്ഥാപനം അതിന്റെ പ്രവർത്തന ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ അത് വ്യക്തമാക്കുന്ന സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് വെച്ചിട്ട് അത് വ്യക്തമാക്കുന്ന പ്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിന്റെ പ്രത്യേകം ഞാൻ അവസാന സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഒന്ന് പറയാനുള്ളത്, ഇപ്പോ അപകട സാഹചര്യത്തില് നിങ്ങൾ ഇടപെടുന്നതിനെ കുറിച്ച് പറഞ്ഞു, മറ്റു രീതിയിലൊക്കെ പറഞ്ഞു. കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, നിങ്ങൾ ഇടപെടുന്ന ഒരു മേഖലയും കൂടിയാണ് ബോധവൽക്കരണം. വളരെ പ്രത്യേകിച്ച് സ്കൂൾ ബേസ് ചെയ്തിട്ട് NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, ഇങ്ങനെയുള്ള വിങ്ങുകളിലൊക്കെ വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. ഈ ഇടപെടുന്ന മേഖലയിലൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം കൂടിയാണ്. ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിൽ, സന്നദ്ധ സംഘടനകളുണ്ട്, മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തരം രീതിയിൽ അവർക്ക് ഈ ഫയർഫോഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ബോധവൽക്കരണം നൽകാൻ എത്രത്തോളം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് ഇടപെടേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ കൊടുക്കുമോ എന്നാണ് നിങ്ങൾ ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുള്ള നല്ലൊരു മെസ്സേജാണ്. വളരെ ഈസിയാണ് കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഞങ്ങള് വളരെ താല്പര്യം എടുത്തിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ചോദ്യം. കാരണം ജനങ്ങളിലേക്ക് ഇതിന്റെ ബോധവൽക്കരണം നടത്തുക, ബോധവൽക്കരണം അവരിലേക്ക് എത്തിക്കുക. അവര് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനങ്ങള്, അതിലൂടെ രക്ഷാപ്രവർത്തനം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമ്മളുടെ ജീവനെ ഭീഷണി ഇല്ലാത്ത രീതിയിൽ സേഫ് ആയിട്ട് നിലനിൽക്കുന്നത് മറ്റൊരു ജീവനെ രക്ഷിക്കാം, ഇത് കൃത്യമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ ലെവലിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലാസ് രീതിയാണ് ഞങ്ങൾക്കുള്ളത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺസ്, അതായത് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും ജനങ്ങളെ ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് അവർ അതിൽ കൃത്യമായിട്ട് ഇടപെടുകയും, ഞാൻ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ വിളിച്ച് നമ്മുടെ സേവനം ലഭ്യമാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വരുന്നില്ല. നമ്മളെ വരുന്നത് കൊണ്ട് നമുക്ക് പൈസ നൽകേണ്ട ആവശ്യമില്ല, വാഹനത്തിന് പൈസ നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫ്രീ സർവീസ് ആണ്, തികച്ചും സൗജന്യമാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ പരമാവധി ഈ അപകടങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സാന്നിധ്യം വിളിച്ചു വരുത്തുകയും നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടാണ് ഈ ക്ലാസ്സിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ആൾ അകപ്പെട്ട് കഴിഞ്ഞാൽ മരണസംഖ്യ കൂടാൻ കാരണം എന്താ? ഈ ആളെ രക്ഷിക്കാൻ വേണ്ടി കൂടുതലൊരു ചാടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരാൾ മുന്നിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളുടെ സുഹൃത്തായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഇളമാരുടെ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കുട്ടിയായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്റെ ജീവന്റെ വില അറിയാതെ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ജീവനെ രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമം ആണ് നടത്തുന്നത്. പക്ഷെ നീന്താൻ അറിയാത്ത ഒരാൾ അടുത്തേക്ക് ചാടി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. വളരെ പ്രയാസകരമാണ്, ഒരു ചാൻസും ഇല്ലാത്ത ഒരു ദൗത്യമാണ് അത് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ആ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അത് നമ്മൾ ആരും പറഞ്ഞെടുക്കുന്നത് സ്ട്രെച്ചാണ്, കൈ നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിലുള്ള ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും വടിയോ എന്തെങ്കിലും നീട്ടി കൊടുത്തിട്ട് അവരെ അതിൽ പിടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുക. അത് നീന്താൻ അറിയാത്ത ആളാണ്, അങ്ങനെ ആൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ ത്രോ എന്ന് പറയുന്ന എന്തെങ്കിലും പൊങ്ങി കിടക്കുന്ന ഒബ്ജക്റ്റുകൾ ഇട്ടുകൊടുത്തിട്ട് അത് പിടിക്കാൻ വേണ്ടി ആവശ്യമാണ്. അല്ലെങ്കിൽ വെയിഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പിന്നെ സ്റ്റെപ്പൊക്കെ ഉള്ള കുളമാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, അതായത് ആദ്യത്തെ മെത്തേഡ് സ്വീകരിക്കുക, സ്ട്രെച്ച് ചെയ്തിട്ട് രക്ഷപ്പെടുത്തിക്കുന്നു. നീന്താൻ അറിയുന്ന ഒരാൾ മാത്രമാണ്, അതായത് ഗോ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നീന്താൻ അറിയുന്ന ആൾ മാത്രമാണ് ചെയ്യാൻ പറ്റും. അയാൾ ചെയ്യുമ്പോൾ തന്നെ അയാളെ കൂട്ടിപ്പിടിച്ചിട്ട് അയാളെ വെള്ളത്തിലേക്ക് മുക്കാത്ത സാഹചര്യത്തിൽ വേണം അയാൾ ഏർപ്പെടാനുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ ചുരുക്കാൻ പറയുന്നത്, വിശദമായിട്ടാണ് ക്ലാസ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ ആളുകളെ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ മരണസംഖ്യ നമുക്ക് കുറച്ചുകൂടെ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ക്ലാസ്സിന് നമ്മൾ കൊടുക്കുമ്പോൾ ആ ക്ലാസ് നിങ്ങൾ ലഭ്യമാകാൻ വളരെ ഈസിയാണ്. അതാത് സ്റ്റേഷൻ ഓഫീസർക്ക് ഒരു ലെറ്റർ കൊടുക്കുക, അതായത് ഒരു റിക്വസ്റ്റ് കൊടുക്കുക, സാറേ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇത്തരത്തിലെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ഫാക്കൽറ്റി അല്ലെങ്കിൽ സേവനം ആവശ്യമാണ് എന്ന് പറഞ്ഞ് സ്റ്റേഷൻ ഓഫീസർക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു വെള്ള പേപ്പർ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകും. അതിന് യാതൊരു പൈസ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഞാൻ എത്രയോ ക്ലാസ്സുകൾ അതായത് ഡീൽ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും 100-150 ക്ലാസ്സുകൾ എടുത്തിട്ട് ഒരു അനുഭവം എനിക്കുണ്ട്. ഒരു ചായ തരുന്നത് പോലും സത്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്.
പക്ഷെ ചിലപ്പോൾ ചായ വാങ്ങി കുടിക്കാറുണ്ട്, അവരുണ്ടാക്കുന്ന ചായ പുറത്തുനിന്ന് കുടിക്കാറുണ്ട്. പക്ഷെ അതുപോലും നമ്മൾ അതായത് ഇതൊരു സേവനമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് വിചാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സർവീസുകളും. അപ്പൊ അതുകൊണ്ട് ഒരു പൈസയും ഇതിന് ചെലവിടില്ല. നമ്മളുടെ വാഹനത്തിൽ നമ്മളുടെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആസ്വദിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളൊക്കെ ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ ഈ ഒരു അവസരം ഉപയോഗിക്കാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ ചെറിയ കാര്യം തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല ഫയർ പ്രവർത്തനങ്ങൾക്ക്, സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. തങ്ങൾക്ക് അതിന്റെ കൃത്യമായ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് അപകട സാഹചര്യങ്ങളിൽ ഒരുപാട് ജീവൻ കൈപിടിച്ചു ഉയർത്താൻ തങ്ങൾക്ക് സാധിക്കട്ടെ, തങ്ങൾക്കും തങ്ങളുടെ ടീമിനും സാധിക്കട്ടെ. ഇനിയും ചെയ്യുന്നുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. ഇനി സംഭവിക്കുന്ന, സാർ പറഞ്ഞല്ലോ, അപകടങ്ങൾ സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ഇനി സംഭവിക്കുന്ന അപകടങ്ങളിലൊക്കെ ഫയർഫോഴ്സിനെ ഉപയോഗിക്കാം. ഈ ലൈവിന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം അവരെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് രംഗത്ത് ഇടപെടാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇത്തരമൊരു ലൈവിൽ ഏകദേശം 1 മണിക്കൂറായി ഈ സംസാരം തുടങ്ങിയിട്ട് വളരെ കൃത്യമായി നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞ് വളരെ കൃത്യമായി തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് എന്തെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രേക്ഷകരോട് എനിക്ക് പൊതുസമൂഹത്തോട്, പ്രേക്ഷകരോട്, എന്നെ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് ഒരു വാക്യം പറയാനുള്ളൂ. നമ്മള് ദുരന്തങ്ങള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും നമുക്ക് സംഭവിക്കും. അതിനെ പരിപൂർണമായിട്ട് തടയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. ആ ഒരു രൂപത്തിൽ തന്നെ അപകടങ്ങൾ പരമാവധി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. ഇപ്പൊ ഈ COVID-19 ബന്ധപ്പെട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. പൊതുജനങ്ങള് കൃത്യമായിട്ട് സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും നിർദ്ദേശങ്ങൾ, പോലീസ്, ആരോഗ്യ വകുപ്പ്, ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള, പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ഈ ഒരു ഭീതി ഒഴിയുന്നത് വരെ, ഈ ഒരു വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുവാൻ, മരുന്നാവട്ടെ, ഭക്ഷണമാവട്ടെ, അതൊക്കെ എത്തിക്കുവാൻ കേരളത്തിലെ സർക്കാരും കേരളത്തിന്റെ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിപത്തിനെ, ഈ വരാവുന്ന ദുരന്തങ്ങളെ കൃത്യമായിട്ട് തടയാൻ വേണ്ടിയിട്ട്, അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കുക, കേരളത്തിന്റെ പ്രിയപ്പെട്ട സർക്കാരിനോട് സഹകരിക്കുക, ഡിപ്പാർട്ട്മെന്റിനോട് സഹകരിക്കുക. ഇത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഈ ഒരു നല്ല സംസാരം കേട്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു അതിഥിയുമായിട്ട്, അടുത്തൊരു നല്ലൊരു വിഷയവുമായിട്ട് അടുത്തൊരു ദിവസം നമുക്ക് പേജിൽ വരാം. ഗുഡ് ബൈ.